നിജേഷ് അരവിന്ദ് അതിനുള്ള മറുപടി. കാരണം പാക് ഭീകരതയ്ക്കെതിരെ ലോകരാജ്യങ്ങളുടെ പിന്തുണ കിട്ടുന്നതിന് വേണ്ടിയാണ് ഇന്ത്യ സർവകക്ഷി സംഘത്തെ അയച്ചിരിക്കുന്നത്. അതിൽ കോൺഗ്രസിന്റെ പ്രതിനിധികളുമുണ്ട്, ശശി തരൂർ ഒരു സംഘത്തെ നയിക്കുന്നുമുണ്ട്. അതേ സമയത്ത് തന്നെയാണ് പാകിസ്ഥാന്റെ പ്രൊപ്പഗാണ്ടയ്ക്ക് ബലം നൽകുന്ന രീതിയിൽ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ രാജ്യത്തിനകത്ത് നിന്ന് ഇത്തരത്തിലുള്ള സംശയങ്ങൾ ഉന്നയിക്കുന്നത്. എന്തുകൊണ്ട് ഇങ്ങനെ പ്രതികരിക്കുന്നു കോൺഗ്രസ്? പഹൽഗാമിൽ അറ്റാക്ക് നടക്കുന്ന സമയത്ത് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി വിദേശ രാജ്യത്തായിരുന്നു, സൗദി അറേബ്യയിലായിരുന്നു. അദ്ദേഹത്തിന്റെ സന്ദർശനം വെട്ടിച്ചുരുക്കി നേരെ കടന്ന് ഇന്ത്യയിൽ വന്നു. ഇന്ത്യയിൽ നിന്ന് വന്നത് നേരെ പോയത് കാശ്മീരിലേക്കല്ല. അദ്ദേഹം നേരിട്ട് പോയത് ബീഹാറിലെ തെരഞ്ഞെടുപ്പ് യോഗത്തിലേക്കാണ്. പിന്നീട് അദ്ദേഹം ഇന്നലെ വരെ പങ്കെടുത്തുകൊണ്ടേയിരിക്കുന്നത് അദ്ദേഹത്തിന്റെ പാർട്ടി റാലികളിലോ തെരഞ്ഞെടുപ്പ് റാലികളിലോ ആണ്. അന്നു മുതൽ അദ്ദേഹം പൊളിറ്റിക്കൽ പ്രൊപ്പഗൻഡ, നേരത്തെ പറഞ്ഞ അതേ ഭാഷ ഉപയോഗിച്ചാൽ പൊളിറ്റിക്കൽ പ്രൊപ്പഗൻഡ നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. ഈ ഓപ്പറേഷൻ സിന്ദൂരിനെ, ഈ പെഹൽഗാം ആക്രമണത്തിനെ, അതിനുശേഷം ഉണ്ടായ സംഭവ വികാസങ്ങളെ എങ്ങനെ രാഷ്ട്രീയവൽക്കരിക്കാം എന്ന ഗവേഷണം വളരെ പ്ലാൻഡ് ആയിക്കൊണ്ട് നരേന്ദ്രമോദി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ സ്വാഭാവികമായും ആദ്യ ഘട്ടത്തിലെ മൗനം വെച്ചുകൊണ്ട്, ആദ്യം ഘട്ടത്തിൽ പൂർണ്ണമായ സപ്പോർട്ട് കൊടുത്തുകൊണ്ട്, ആദ്യഘട്ടത്തിൽ എല്ലാ തരത്തിലുമുള്ള പിന്തുണ കൊടുത്തുകൊണ്ട് കോൺഗ്രസ് ആവശ്യപ്പെട്ടു ഈ വിഷയം സംസാരിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യയുടെ പാർലമെന്റ് സമ്മേളനം വിളിച്ചുകൂട്ടണം. എന്നെയും മഞ്ജുഷ് ഗോപാലിന്റെയും ഈ ചർച്ചയിൽ ഇരിക്കുന്ന മുഴുവൻ ആളുകളെയും റെപ്രസെന്റ് ചെയ്യുന്ന 540 ആളുകൾ ഇരിക്കുന്ന ഇടമാണ്, അതിലേറെ രാജ്യസഭാ അംഗങ്ങൾ കൂടി ഇരിക്കുന്ന ഇടമാണ് ഇന്ത്യയുടെ പാർലമെന്റ്. രാജ്യത്തിന്റെ പ്രധാനമന്ത്രി അത് വിശദീകരിക്കേണ്ടത് രാജ്യത്തെ MP-മാരോടാണ്. എന്താണ് നമ്മുടെ പദ്ധതി, എന്താണ് നമ്മുടെ പ്രോജക്റ്റ്, അത് വിശദീകരിക്കാൻ, അതിന് മറുപടി നൽകാൻ ഇന്ന് വരെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയോ ഭരണ സംവിധാനമോ തയ്യാറായിട്ടില്ല. മറിച്ച് ഈ സൈനിക നിലപാടിനെ എങ്ങനെയൊക്കെ രാഷ്ട്രീയവൽക്കരിക്കാൻ കഴിയുമോ എന്ന ഗവേഷണമാണ് നടന്നത്. ഞങ്ങൾക്ക് ഇവിടെ മിണ്ടാതിരിക്കാൻ സാധിക്കില്ല. വളരെ കൃത്യമായി ചോദിക്കട്ടെ, രാഹുൽ ഗാന്ധി ചോദിച്ചോ, ഞാൻ ചോദിച്ചോ, ആര് ചോദിച്ചോ ആവട്ടെ, ഒരു മാസം കഴിഞ്ഞു പഹൽഗാമിലെ 6 ഭീകരവാദികൾ അല്ലെങ്കിൽ 7 ഭീകരവാദികൾ എവിടെയാണ്? എന്തുകൊണ്ട് ടൈറ്റ് സെക്യൂരിറ്റിയുള്ള കാശ്മീരിനകത്തുള്ള 26 പേരെ കൊന്ന് ഒടുക്കി പോയ ആളുകളെ പിടിച്ചില്ല എന്ന ചോദ്യം ചോദിച്ചാൽ അത് നമ്മുടെ ആഭ്യന്തര സംവിധാനത്തിന്റെ പരാജയമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അല്ലെങ്കിൽ അതിൽ മറ്റെന്തെങ്കിലും സംശയിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ അത് എവിടെ എന്ന് രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവിന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തെ രാജ്യദ്രോഹിയാക്കാൻ വളരെ എളുപ്പമാണ്. അതാണ് ഇപ്പൊ നേരത്തെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. രാഹുൽ ഗാന്ധിയെ രാജ്യദ്രോഹിയാക്കാൻ വളരെ എളുപ്പമായിക്കൊണ്ട് കുറെ ആളുകൾ പറയുന്നു. അദ്ദേഹം എന്താ പറഞ്ഞത്? മിർ ജാഫർ ആണ്. ബി.ജെ.പിക്ക് എന്തും പറയാം. അതിനെ ചുവട് പിടിച്ചുകൊണ്ട് ആർക്കും എന്തും പറയാം. ചോദിക്കാം, ഇന്ത്യയുടെ സാധാരണക്കാരായ ആളുകൾക്ക് വേണ്ടിയുള്ള സംശയങ്ങൾ കോൺഗ്രസ് ചോദിച്ചുകൊണ്ടേയിരിക്കും. അതിന് മറുപടി പറയേണ്ട ഉത്തരവാദിത്വം ഗവൺമെന്റിനാണുള്ളത്. ആ മറുപടി പറയട്ടെ. മറുപടി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത് അടുത്ത ഘട്ടത്തിലേക്ക് നോക്കാം. അല്ലാതെ പാകിസ്ഥാന്റെ പ്രൊപ്പഗൻഡ ഏറ്റെടുത്ത് ഞങ്ങൾക്ക് അങ്ങനെയുള്ള പാരമ്പര്യവുമില്ല. അടിക്കേണ്ട സമയത്ത് അടിച്ചും ഇടിക്കേണ്ട സമയത്ത് ഇടിച്ചും നയതന്ത്രം ചെയ്യേണ്ട സമയത്ത് നയതന്ത്രം ചെയ്തും തന്നെയാണ് ഇന്ത്യ രാജ്യം വളർന്നതും വലുതാക്കിയതും. ഇവിടെ രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് ഉന്നയിക്കുന്ന വിമർശനങ്ങൾ ഇപ്പോൾ പാകിസ്ഥാൻ അവിടെ പ്രൊപ്പഗാണ്ടയായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. പാകിസ്ഥാൻ ഇതേ കാര്യം മഞ്ജുഷെ കുറച്ചു കാലം മുമ്പ് നരേന്ദ്രമോദി ചോദിച്ച ചോദ്യങ്ങളാണ്. ഈ രാജ്യം ഭരിക്കുന്നത് കോൺഗ്രസ് അല്ലേ? റിസർവ് ബാങ്ക് കോൺഗ്രസിന്റെ അടുത്തല്ലേ? അതിർത്തി കോൺഗ്രസിന്റെ അടുത്തല്ലേ? എന്തുകൊണ്ട് ഭീകരർ കടന്നു വന്ന് ബോംബെയിലെത്തി എന്ന ചോദ്യം ചോദിച്ച അതേ നരേന്ദ്രമോദിയോട് തിരിച്ചു ചോദിക്കുന്നു, എങ്ങനെ ടൈറ്റ് സെക്യൂരിറ്റിയുള്ള കാശ്മീരിലെ പഹൽഗാമിനകത്ത് 7 പേർ കടന്നു ചെന്നു? CCTV ത്രൂ ഔട്ട് CCTV ഉള്ള ഇടത്ത് 2500 ആളുകൾ അസംബിൾ ചെയ്ത സ്ഥലത്ത് 26 പേരെ കൊന്നുപോയ ആളുകളെ എന്തുകൊണ്ട് പിടിച്ചില്ല? അത് ഇന്റലിജൻസ് പോരായ്മയല്ലേ എന്ന് ചോദിച്ചാൽ ആണ് അല്ലെങ്കിൽ അല്ല, ഞങ്ങളുടെ പോരായ്മയാണ് എന്ന് പറയേണ്ട ഉത്തരവാദിത്വം പകരം രാഹുൽ ഗാന്ധിക്ക് നേരെ അല്ലല്ലോ ചൂണ്ടേണ്ടത്. രാഹുൽ ഗാന്ധി ചൂണ്ടിയ കൈ, ആ ചൂണ്ടിയ കൈയുടെ അറ്റത്തുള്ള ലക്ഷ്യം, ആ ലക്ഷ്യത്തിന് മറുപടി പറ. ഓപ്പറേഷൻ സിന്ദൂരിന്റെ വിജയത്തിൽ കോൺഗ്രസിന് ഇപ്പോഴും സംശയമുണ്ട്. ഓപ്പറേഷൻ സിന്ദൂരിന്റെ വിജയത്തിൽ കോൺഗ്രസിന് ഇപ്പോഴും സംശയമുണ്ട് എന്ന് തന്നെയാണ് കോൺഗ്രസിന് അതിൽ സംശയമില്ല. ഓപ്പറേഷൻ സിന്ദൂരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കോൺഗ്രസ് അന്ന് പരിപൂർണമായ പിന്തുണ കൊടുത്തിട്ടുണ്ട്. ഓപ്പറേഷൻ സിന്ദൂരിന് പരിപൂർണമായ പിന്തുണ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം എന്തുകൊണ്ട് ട്രംപ് നിർത്തി? ഈ ചോദ്യം ഞങ്ങൾ പലവട്ടം ചോദിക്കുന്നില്ലേ? ചേരാ നയമുള്ള ഇന്ത്യയുടെ രാജ്യത്തെ വെടിനിർത്തൽ പ്രഖ്യാപിക്കാൻ ആരാണ് ഡൊണാൾഡ് ട്രംപിനെ ഏർപ്പെടുത്തിയത്? ഡൊണാൾഡ് ട്രംപ് ആണ് വെടിനിർത്തൽ പ്രഖ്യാപിച്ചത്. അതിനുശേഷമാണ് ഇന്ത്യ വെടിനിർത്തിയത്. ഇന്ത്യയുടെ വെടിനിർത്തൽ പ്രഖ്യാപിക്കാൻ ട്രംപിനെ ആര് അധികാരപ്പെടുത്തി? ജയശങ്കർ പറഞ്ഞു അല്ല, എന്ന് ഒരു ദിവസം പകച്ചു, 2 ദിവസം പകച്ചു, 3 ദിവസം പകച്ചു. ഇത് ചോദ്യമായി വന്ന സമയത്ത് അവസാനം പറഞ്ഞില്ല ഞങ്ങൾക്ക് ബന്ധമില്ല. നേരത്തെ ജയശങ്കർ പറഞ്ഞല്ലോ, പാകിസ്ഥാൻ അറിയാമായിരുന്നു ഇന്ത്യയുടെ അറ്റാക്കിനെ പറ്റി, അല്ലെ ഇന്ത്യയുടെ പ്രത്യാക്രമണത്തെ പറ്റി പാകിസ്ഥാൻ അറിയാമായിരുന്നു എന്ന് സംബന്ധിച്ചത് ഇന്ത്യയുടെ ക്യാബിനറ്റ് മന്ത്രിയാണ്, ഞങ്ങളല്ല. അപ്പൊ അങ്ങനെയുള്ള വീഴ്ചകൾ കേന്ദ്ര മന്ത്രിസഭയുടെ ഭാഗത്ത് ഉണ്ടായിട്ടെങ്കിൽ അതിന് രാഹുൽ ഗാന്ധിക്ക് നേരെ തിരിച്ചുവിടണം. ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയണം.
ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ട ഉത്തരവാദിത്വം ഗവൺമെന്റിനാണ്. ശ്രീ എം എസ് വേണുഗോപാൽ, ഇതാണ് കോൺഗ്രസിന്റെ വാദം. അത് പ്രധാനമായിട്ടും മുമ്പ് ഇങ്ങോട്ട് ചോദ്യങ്ങൾ ഉന്നയിച്ചിരുന്നു. UPA അധികാരത്തിലുള്ള സമയത്ത് അപ്പോൾ കോൺഗ്രസിന്റെ ലക്ഷ്യം വ്യക്തമാണല്ലോ. അന്നത്തെ കാര്യം ഞങ്ങൾ ഇപ്പോൾ ചോദിക്കുന്നു എന്നാണ്. അന്ന് പാകിസ്ഥാൻ കാര്യങ്ങൾ ഇവിടുത്തെ ഉപയോഗപ്പെടുത്തി, കോൺഗ്രസിന്റെ മഞ്ജുഷ പറയണ്ട, കോൺഗ്രസിന്റെ ലക്ഷ്യം ഇന്റർപ്രറ്റ് ചെയ്ത് മഞ്ജുഷും പറയണ്ട, രാഹുൽ ഗാന്ധിയുടെ ചിത്രത്തിന്റെ പകുതി വെച്ച് പ്രൊപ്പഗൻഡ അടിക്കാൻ ന്യൂസ് 18 നോക്കണ്ട. അത് അമിത് മാളവി ആയിരുന്നു, BJPയുടെ നേതാവായ അമിത് മാളവി. അത് വീണ്ടും എടുത്ത ചർച്ച മുന്നോട്ട് കൊണ്ടുപോയത് ന്യൂസ് 18 ആയിരുന്നല്ലോ. അതെല്ലാവരും അല്ലല്ല, അതെന്താണ് അമിത് മാളവി ഒരു ട്വീറ്റ് ഇട്ടപ്പോൾ അത് കോൺഗ്രസിനെ പരിഹസിക്കുന്ന രീതിയിൽ ട്വീറ്റ് ഇട്ടപ്പോൾ, രാഹുലിനെ പരിഹസിക്കുന്ന രീതിയിൽ ട്വീറ്റ് ഇട്ടപ്പോൾ അത് മറച്ചു വെക്കണമെന്നാണോ? അത് BJP IT സെല്ലിന്റെ ഏറ്റെടുത്ത് പറയേണ്ട ഉത്തരവാദിത്വം അതങ്ങനെ താങ്കൾ പറയരുത്. അത് ജനങ്ങൾ അറിയേണ്ട, മറച്ചു വെച്ചോളൂ എന്നതാണോ? അല്ല, രാഹുലിനെ പരിഹസിക്കുന്നു എന്നുള്ള വിവരം ലോകം അറിയേണ്ട എന്നാണോ? മാളവി പറഞ്ഞ കോൺഗ്രസിന്റെ ലക്ഷ്യത്തെ ഇന്റർപ്രറ്റ് ചെയ്യാനുള്ള അധികാരം ഞങ്ങൾ ഒരു മാധ്യമ പ്രവർത്തകനും വിട്ടുകൊടുത്തിട്ടില്ല. നരേന്ദ്രമോദി പൊതുസമ്മേളനത്തിൽ പ്രസംഗിച്ചിട്ടുണ്ടെങ്കിൽ കോൺഗ്രസ് ചോദ്യം ചോദിച്ചുകൊണ്ടേയിരിക്കും. ഈ കാലഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് സമ്മേളനമാണ് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിക്ക് വലുതെങ്കിൽ ഇത് ഉപയോഗിച്ചുകൊണ്ട് ബീഹാർ ഇലക്ഷൻ ജയിക്കലാണ് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിക്ക് നേട്ടമെങ്കിൽ, BJPയുടെ ലക്ഷ്യമെങ്കിൽ പ്രതികരണം ഉണ്ടാവേണ്ടത് കോൺഗ്രസിന്റെ ലക്ഷ്യമാണ്. അതായത് രാഷ്ട്രീയമായിട്ട് BJPയും പ്രധാനമന്ത്രിയും ഇത് ഉപയോഗപ്പെടുത്തുന്നു. അതുകൊണ്ട് കോൺഗ്രസിനും രാഹുൽ ഗാന്ധിക്കും ഇക്കാര്യത്തിൽ പ്രതികരിക്കാതിരിക്കാൻ പറ്റില്ല. പാർലമെന്റിനകത്ത് ചർച്ച കൊണ്ടുവരട്ടെ, നമുക്ക് മറുപടി പറയാം. പാർലമെന്റിനകത്ത് എന്തിനാ പാർലമെന്റ് പേടിക്കുന്നത്?